ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു മന്ത്ലി റീസെറ്റ് ഡേ വ്ളോഗാണ്. ഗോൾ സെറ്റിംഗ്, ഡോപ്പമിൻ ഡീറ്റോക്സ് ചലഞ്ച്, അതുപോലെ ഒരു ന്യൂ ബിഗിന്നിങ്, അങ്ങനെ കുറേ സംഭവങ്ങൾ അടങ്ങിയ ഒരു ചെറിയൊരു വ്ളോഗാണിത്. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് റിഫ്ലക്റ്റിംഗ് ദ പ്രീവിയസ് മന്ത്, അതായത് ഏപ്രിലിൽ എനിക്കുണ്ടായിട്ടുള്ള വിൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ചലഞ്ചസ് എന്തൊക്കെയാണ്, അതുപോലെ എന്തൊക്കെ പാഠങ്ങൾ പഠിച്ച്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുക്കുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഇഞ്ച ഈ റിഫ്ലക്ഷനിലുള്ള ഒരു കീ പോയിൻറ്റ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാം. ഏപ്രിലിൽ എല്ലാ സൺഡേയും ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു സൺഡേ ഒഴികെ ബാക്കി 3 സൺഡേയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു വലിയൊരു വിൻ തന്നെയാണ്. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിനും 100+ വ്യൂസ് കിട്ടി. അതുപോലെ തന്നെ 8+ സബ്സ്ക്രൈബേഴ്സ് കൂടി. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്തൊരു ഷോർട്സിന് 1K+ വ്യൂസ് കിട്ടി. ഇതിന് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോടാണ് താങ്ക് യു പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്. ചിലർക്കെങ്കിലും ഇത് കേൾക്കുമ്പം ഭയങ്കര സില്ലി ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് എൻ്റെ വിൻസ് എന്ന് പറയുന്നത്. ഇത്ര ചെറുതാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് വിൻസ് നമ്മൾ റിയലൈസ് ചെയ്യണം. നമുക്ക് വേണ്ടി നമ്മളതൊന്ന് ചെറിയ രീതിക്കാണെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. ഡു യു അഗ്രി വിത്ത് മീ? സോ അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ലെസൺസ് ലേൺഡ് ദിസ് മന്ത്, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊക്കെ ഞാൻ എന്താ പറയുക, ഏതെങ്കിലും കോട്ടോ അങ്ങനെയൊന്നും നോക്കി എഴുതിയതല്ല കേട്ടോ. ഞാൻ എൻ്റെ ജേണലൊന്ന് മറിച്ച് നോക്കിയാൽ ഞാൻ തന്നെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ എനിക്ക് സ്ട്രൈക്കായ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയതാണ്. ഒന്നാമത്തെ കാര്യം, ദർ വിൽ ബി നോ വൺ ടു മോട്ടിവേറ്റ് യു. ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ദെൻ ഐ ഹാവ് ടു ഡു ഇറ്റ് മൈസെൽഫ്. ഐ ഹാവ് ടു പുഷ് മൈസെൽഫ്. രണ്ടാമത്തത്, ബിലീവ് ഇൻ യു ആൻഡ് ദ ഡിസിഷൻസ് ദാറ്റ് യു ടേക്ക്. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ് ലൈക്ക് എവറി വൺ എൽസ് ഡൂയിങ്. മൂന്നാമത്തത്, ചേഞ്ച് ഇൻ ആക്ഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ റിസൾട്ട്. നാലാമത്തത്, ഫോർഗിവ്നെസ് ഇസ് ദ കീ ഓഫ് ഹാപ്പിനെസ്. അഞ്ചാമത്തത്, if you want to improve yourself then put yourself in uncomfortable situations. ആറാമത്തത്, success doesn't happen in a snap, it takes time. ഇതാണ് പറയുന്നത് ജേർണലിങ്ങിലൂടെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഈ മെയ് മാസത്തിലേക്കുള്ള ഗോൾസൊക്കെ സെറ്റ് ചെയ്യാണ്. ഞാൻ 5 സെക്ഷൻസ് ആക്കിയിട്ടാട്ടോ ഗോൾസ് സെറ്റ് ചെയ്തത്. അതായത് പേഴ്സണൽ, ഫിനാൻസ്, റിലീജിയസ്, ഹെൽത്ത്, അക്കാഡമിക്. വലിയ ഗോൾസൊന്നും അല്ല കേട്ടോ, ചെറിയ ഗോൾസാണ്. അപ്പോൾ ഫിനാൻസ് എന്നൊക്കെ കേൾക്കുമ്പം അങ്ങനെയൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. ഞാൻ ഒരു ലെവലിൽ വെച്ചിട്ട് ഞാൻ ഗോൾസ് സെറ്റ് ചെയ്യാണ്. അതുപോലെ പുതിയൊരു കാര്യം പറയാണ്ട് പറഞ്ഞില്ലേനോ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ CMAക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം മൺഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പ്രിപ്പറേഷനും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് വെക്കേഷനായിട്ടും ഞാൻ അക്കാഡമിക് എഴുതാനുള്ള കാരണം. ബിക്കോസ് എൻ്റെ വെക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അക്കാഡമിക്കലി ഞാൻ എഴുതിയത് എന്തൊക്കെ വെച്ചാൽ, ഒന്ന്, ഡെയിലി 3 അവർ പഠിക്കണം. അതുപോലെ തന്നെ 30 മിനിറ്റ് എക്സൽ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ തന്നെ ഒരു 30 മിനിറ്റ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. ഇത് എല്ലാം ഡെയിലി നടക്കുമെന്നൊന്നും അറിയില്ല, ബട്ട് വി ക്യാൻ ട്രൈ. സോ അത്രയ്ക്കാണ് ഗോൾ സെറ്റിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ മാസത്തെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് എഴുതി വെച്ചത് 250 സബ്സ്ക്രൈബേഴ്സ്, അതായത് 250 സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ് എന്നാണ്. ഐ ഡോണ്ട് നോ ഇറ്റ് വിൽ ഹാപ്പൻ ഓർ നോട്ട്, ബട്ട് വി ക്യാൻ ട്രൈ. നെക്സ്റ്റ്, ഞാൻ ഈ മാസത്തിൽ ഒരു ഡോപ്പമിൻ ഡീറ്റോക്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വൈ ഐ ആം സ്റ്റാർട്ടിങ് ദിസ് ചലഞ്ച് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് എൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. സോ ഐ ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. ഓരോ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാവും, അതിനനുസരിച്ച് പഠിക്കാനുണ്ടാവും. സോ വി ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഡോപ്പമിൻ ഡീറ്റോക്സിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഒന്നാമത്തത്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നോ റീൽസ്, നോ ഷോർട്സ്, നോ വീഡിയോസ്. പിന്നെ ഒരു മോട്ടിവേഷന് വേണ്ടി ഒരു വീഡിയോ കാണാം യൂട്യൂബിൽ. അതുപോലെ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ വാട്സപ്പിന് 50 മിനിറ്റ്സും ഇൻസ്റ്റയ്ക്ക് 5 മിനിറ്റ്. കുറച്ച് അൺറിയലിസ്റ്റിക് ആയി പോയോ എന്നൊരു സംശയം, ബട്ട് വി ക്യാൻ ട്രൈ. ചെയ്ത് തീർക്കാൻ കുറേ പണികളുണ്ടല്ലോ. അതുപോലെ പ്രോഗ്രസ് റെക്കോർഡ് ചെയ്യാനും ഞാൻ ഇവിടെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതിന്. നെക്സ്റ്റ് സെക്ഷൻ, പ്രിപ്പയറിങ് ഫോർ മൈ CMA ക്ലാസ്സസ്. ആദ്യം തന്നെ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ഒരു ബാഗ്, അതുപോലെ തന്നെ ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ എഴുതി പഠിക്കാൻ വേണ്ടി കുറേ പെന്ന് വാങ്ങിയിട്ടുണ്ട്. ക്ലാസ്സൊക്കെ എങ്ങനെയായിരിക്കും, എനിക്ക് മനസ്സിലാവുമോ, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചിട്ട് ഭയങ്കര നെർവസാണ് ഞാൻ. ബട്ട് അതേ ടൈം ഞാൻ എക്സൈറ്റഡ് കൂടിയാണ്. എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ എന്തായാലും ഇൻഷാല്ല വീഡിയോ ഇടുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് പണിയാണ് കണ്ടൻറ് പ്ലാനിങ്. അതായത് ഈ മെയ് മാസത്തിലേക്കുള്ള കണ്ടൻസൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൺഡേയും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അപ്പം 4 ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ 10 ഷോർട്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി CMA ജേണിയും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.